നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം വീതം നമ്മൾ ഹസ്തരേഖ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൂടെ വ്യക്തമാവത്തക്ക രീതിയിൽ നിങ്ങളുടെ കയ്യിൽ നോക്കിയിട്ട് ഏത് ജാതിയിലുള്ള കരങ്ങളാണ് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തക്ക രീതിയിലാണ് സാർ ഈ എപ്പിസോഡ് എല്ലാ പ്രാവശ്യവും ചെയ്തു വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആധ്യാത്മിക ആയിട്ടുള്ള കയ്യെപ്പറ്റി ഹസ്തരേഖയെപ്പറ്റി കൊടുത്തിരുന്നു. അതിൽ ഒരു സാറ് പറഞ്ഞതിൽ ഒരു പോയിന്റ് എടുത്തിട്ട് പലരും നമുക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്ന സംശയമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചോദ്യം വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഹസ്തരേഖ ഉള്ള ആളിനെ കഴിവിൻ്റെ പരമാവധി വിവാഹം നോക്കരുത്, വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമമെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി കുറച്ചുകൂടെ ക്ലാരിറ്റി, അതായത് ക്ലിയർ ആയിട്ട് അവരുടെ സംശയം ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്നുള്ളതാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. നമുക്ക് സാറിനോട് ചോദിക്കാം, ആ ഒരു ക്ലിയർ ചെയ്തതിന് ശേഷം ഈ ആഴ്ചയിൽ ഏത് ജാതി കരത്തെ പറ്റിയാണ് പറയുന്നതെന്നുള്ളത് തുടർച്ചയായിട്ട് സാറ് പറയും. ഈ ആധ്യാത്മിക ജാതി കയ്യെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആകിലും അവരെ വിവാഹിതരാക്കരുത് എന്ന് പറഞ്ഞതിനൊരു പ്രധാന കാരണമുണ്ട്. അവർ ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കത്തില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ആ ഭാര്യയുടെ കാര്യത്തിലും അയാളൊന്നിലും ഉറച്ചു നിൽക്കത്തില്ല. ആ കല്യാണം എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് ചെയ്ത് കുറച്ച് ദിവസം അവരോട് താമസിച്ചാൽ അതിലവർ താല്പര്യക്കുറവ് വരും. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിനോട് താല്പര്യക്കുറവ് വരും. വളരെ നേരത്തെ തന്നെ പിന്നെ ഭാര്യയെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ടാവും. അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കൈയാണ് ആധ്യാത്മിക ജാതി കൈയാണെങ്കിൽ അവർ കല്യാണത്തിന് പേരൻസൊക്കെ പറയുമ്പോൾ സമ്മതിക്കും. എങ്കിലും പിന്നെ ഭർത്താവിനെ സംരക്ഷിക്കാത്തവളായി തീരും. ഭർത്താവിനൊന്നും വ്യാപിച്ചു കൊടുക്കില്ല, ഭർത്താവിനുമായിട്ട് സഹകരിക്കത്തില്ല. ഇങ്ങനെ വരുമ്പോൾ അത് പലവിധ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇതുകൊണ്ടാണ് അവർ ദാമ്പത്യ ജീവിതത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയവിധ പ്രശ്നങ്ങൾക്ക് കാരണമായി ഭവിക്കും. അതുകൊണ്ടാണ് ആകിലും ഇത്തരം ജാതി, ഇതൊക്കെ റെയറായിട്ട് വരുന്ന കൈയാണ്. നമ്മൾ ചിലപ്പോൾ 10,000 പേരെ എടുത്താൽ 8-10 പേർക്ക് മാത്രമേ ഈ ആധ്യാത്മിക ജാതി കൈയൊക്കെ വരത്തുള്ളൂ. അവരങ്ങ് ദൈവിക കാര്യമായിട്ടോ അവരങ്ങനെ അങ്ങ് നടക്കുകയാണെങ്കിൽ പിന്നെ അവരെ പിടിച്ച് നിർബന്ധിച്ച് എനിക്ക് കല്യാണം കഴിച്ച് കാണണം എന്ന് പേരൻസിന് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ആഗ്രഹം കാണും, മക്കൾ കല്യാണമൊക്കെ കഴിച്ച് കാണണം എന്നൊക്കെ. പക്ഷേ കല്യാണം കഴിപ്പിച്ചാൽ എന്താണ്, ഒരു പെൺകുട്ടിയുടെ ദുഃഖവും കൂടി കാണേണ്ടി വരും. അതുകൊണ്ടാണ് അവരാകിലും കല്യാണം കഴിപ്പിക്കരുത് എന്ന് പറയാൻ കാരണം. 1, 2, 3 വർഷക്കാലമൊക്കെ ചിലപ്പോൾ സഹകരിച്ച് പോയെന്നിരിക്കും. പിന്നെ പതുക്കെ അവർ വിദഗ്ധി ഉണ്ടാവും. പിന്നെ പുള്ളി പതുക്കെ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കാതെ വരും. പോണം പിയോ എന്നും പറഞ്ഞ് അങ്ങ് പൊക്കളയും. അത് പിന്നീട് പ്രശ്നത്തിന് വഴിതെളിക്കും, ദാമ്പത്യ ജീവിതത്തിൽ തകർച്ചയുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ അതവിടെ നിൽക്കിട്ട് ഇന്ന് നമ്മൾ കഴിഞ്ഞ 6 ജാതി കൈകളെക്കുറിച്ച് പറയുകയുണ്ടായി. ചതുരം, ചട്ടുകം, സ്തൂപികം, അതുപോലെ ആധ്യാത്മികം, സാത്വികം, അധമം. ഈ ജാതി കൈയെക്കുറിച്ച് കഴിഞ്ഞ 6 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പറയുകയുണ്ടായി. ഇന്ന് 7 ജാതി കരങ്ങളേ ഉള്ളൂ. 7ാമത്തെ ജാതി കൈയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോണേ. ആ ജാതി കൈയുടെ പേര് തന്നെ സമ്മിശ്ര ജാതിക്കൈ, മിശ്രിത ജാതിക്കൈയാണ്. സമ്മിശ്രം. ഇപ്പം മിശ്രിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 6 ജാതി കൈയുടെ ഗുണവും ഈ കയ്യിൽ കണ്ട്. കാരണം ഒരു വിരൽ ചതുരാകൃതിയിലാണെങ്കിൽ മറ്റൊന്ന് സ്തൂപികാകൃതിയായിരിക്കും. അപ്പോൾ മറ്റൊന്ന് ചട്ടുകാകൃതി വിരലായിരിക്കും. അതുപോലെ കൈയുടെ രൂപവും അങ്ങനെയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഈ കൈക്കാരെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണ്, വിരലുകളൊന്നും തന്നെ മര്യാദയ്ക്ക് നിൽക്കില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിരലുകളിരിക്കും. അപ്പോൾ നമ്മൾ ആ കയ്യെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ പാടാണ്, ഇങ്ങനെ ഒത്തൊരുമിച്ച് വരത്തില്ല. അപ്പോൾ അത്രയ്ക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള വിരലാണ് സമ്മിശ്ര ജാതി കൈ. അപ്പോൾ ഈ സമ്മിശ്ര ജാതി കൈക്കാർക്ക് ഇപ്പോൾ കൈ ഇങ്ങനെ കണ്ടാൽ ഒരു വികൃതമായിട്ടൊക്കെ ഇരിക്കും, വിരലുകളൊന്നും പറഞ്ഞാൽ കേൾക്കില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർ വളരെ മിടുക്കരാണ്. കാരണം ഈ 6 ജാതി കൈയുടെ സ്വഭാവമുണ്ട്, ഗുണവുമുണ്ട്. ഒരു കാര്യവും ഇവർക്ക് പറ്റൂലെന്ന് പറയില്ല. ഇവർക്ക് ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ ഒരു കാര്യവും എനിക്ക് കഴിയില്ല എന്ന് പറയില്ല. കാരണം 6 കൈയുടെ ഗുണവുമുണ്ട്.
അതുകൊണ്ട് ഇവരുടെ പറയണം നമുക്കൊരു അത്യാവശ്യമാണ് നമ്മളെ കൊച്ചിന് അമ്പിളി അമ്മാവനെ ഒന്ന് പിടിച്ചു കൊടുക്കണം എന്ന് പറയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അമ്പിളി അമ്മാവനെ പിടിക്കാൻ പറ്റില്ല എന്ന്. പുള്ളി പറയും കുഴപ്പമില്ല, നമുക്ക് രാത്രി ആവട്ടെ, ഇപ്പോൾ പകൽ അമ്പിളി അമ്മാവനെ കാണില്ല, രാത്രി ആകുമ്പോൾ ഞാൻ പിടിച്ചു തരാം. അത് കഴിയില്ലാത്ത, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, കഴിയാത്ത കാര്യം വരെ എവർ കയറി ഏക്കും. അടിയ ഇലയേറ്റതുപോലെ ബൂറ്റ് കാര്യം പറ്റില്ലെന്ന് പറയില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ നോക്കും, നടക്കാത്ത കാര്യങ്ങൾ ഏറ്റുപിടിക്കും. അതുപോലെ പലതും ചെയ്യും. ഏത് ജോലി ചെയ്യാൻ പറഞ്ഞാലും അവർക്ക് പറ്റില്ലെന്ന് പറയത്തില്ല. എല്ലാ ജോലിയിലും അവരാൽ കഴിയുന്ന രീതിയിൽ അവർ വർക്ക് ചെയ്യും. അപ്പോൾ പലത് പഠിക്കാൻ ശ്രമിക്കും, പലതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമെങ്കിലും അതൊക്കെ അവർ കഴിയുന്നത്ര പ്രാവർത്തികമാക്കുന്നവരാണ് ഈ ജാതി കൈക്കാർ. അപ്പോൾ ഏത് വിഷയത്തെക്കുറിച്ചും അവർ അഭിപ്രായം പറയും. അവർക്ക് ഒരു കാര്യം അറിഞ്ഞുകൂടാത്ത ഒരു വിഷയത്തെക്കുറിച്ചായാലും അവർ അഭിപ്രായം പറയാതെ വിടത്തില്ല. കാരണം ഈ 6 ജാതിയുടെ സ്വഭാവം ഉള്ളതുകൊണ്ട് ഒരു കാര്യത്തിൽ അവർ മാറി നിൽക്കത്തില്ല. എന്ത് കാര്യത്തിനും അഭിപ്രായം പറഞ്ഞു കളയും. അറിഞ്ഞുകൂടാത്ത വിഷയമായിരിക്കും, അഭിപ്രായം പറയും, വേണമെങ്കിൽ തർക്കിക്കും. ഇതൊക്കെ ചെയ്യുന്ന ഒരു പ്രവണതക്കാരാണ് ശരിക്ക് സമ്മിശ്ര ജാതി കൈക്കാർ. ഇതും നമുക്ക് വളരെ കുറച്ച് പേർക്ക് വരുന്ന കൈയാണ്. അപ്പോൾ ഇവർക്കൊരു പ്രത്യേകതയുള്ളത്, ഇവരും സമ്പാദ്യശീലരല്ല. എനിക്ക് കുറച്ച് സമ്പാദിക്കണം, എനിക്ക് വീട് വയ്ക്കണം, അല്ലെങ്കിൽ വസ്തു മേടിക്കണം, വാഹനം വാങ്ങണം, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി കുറച്ച് സമ്പാദിക്കണം, ഇങ്ങനത്തെ സമ്പാദ്യശീലമുള്ളവർ ജോലിയൊക്കെ ചെയ്യും. അപ്പോൾ ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കൊണ്ടുവരണവർ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചാൽ കൊണ്ടുവരണവർ ഈ പൈസ വേണ്ട രീതിയിൽ അവർ വിനിയോഗിച്ചില്ലെങ്കിൽ ഇയാൾ കടക്കാരനായി പോകും. അപ്പോൾ ജോലിയൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം കിട്ടുന്ന പൈസയും കൊണ്ട് നേരെ വീട്ടിൽ വരും. ഇത് കൊണ്ടുവന്ന് ആരെങ്കിലും കയ്യിൽ ആ പൈസ വാങ്ങിച്ച് എന്തെങ്കിലും കാര്യത്തിൽ വിനിയോഗിച്ചില്ലെങ്കിൽ പുള്ളിക്ക് നാളെ പൈസ ഉണ്ടാക്കണമെന്നോ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങണമെന്നോ അതിലിടണമെന്നോ അത് വച്ചിട്ട് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കണമെന്നോ ഉള്ള താല്പര്യമൊന്നും അദ്ദേഹത്തിനില്ല. ജോലിക്ക് പോകും, രാവിലെ എഴുതി ജോലിക്ക് പോകാൻ പറഞ്ഞാൽ ജോലിക്ക് പോകും, ജോലി ചെയ്യും, നല്ല കഠിനാധ്വാനിയാണ്, അതുകൊണ്ട് ജോലിയൊക്കെ കിട്ടുകയും ചെയ്യും. ഈ പൈസ സേവ് ചെയ്യുന്ന കാര്യത്തിൽ ആരുടെയെങ്കിലും നിർദ്ദേശം വേണം. അത് കുട്ടികളാണെങ്കിൽ ജോലിക്ക് ഒരു ഉദ്യോഗത്തിൽ പോയാൽ പേരൻസ് അതിൽ മുൻതൂക്കം കൊടുത്ത് കൊണ്ടുപോയില്ലെങ്കിൽ ഈ പൈസ മൊത്തം അടിച്ചു തീക്കും, ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തിനെ പറ്റിച്ചിട്ട് പോവുകയും ചെയ്യും. കാരണം പുള്ളിക്ക് പൈസ സേവ് ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ട് ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കും, അവരത് കൊണ്ടുപോകും, തിരിച്ചു കിട്ടത്തില്ല. അങ്ങനെ അത് ദാമ്പത്യ ജീവിതത്തിലായാലും ശരി എല്ലാ കാര്യത്തിലും ഉത്തരവാദിത്വ ബോധം കുറഞ്ഞവരാണ്. അപ്പോൾ ഉത്തരവാദിത്വ ബോധമുള്ള, അപ്പോൾ നമ്മളിങ്ങനെ ഒരു കൈ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പെൺകുട്ടിയാണെങ്കിൽ കല്യാണം കഴിക്കുന്നവൻ നല്ല സാമർത്ഥ്യമുള്ള ഒരുത്തനെ കെട്ടിച്ചു കൊടുക്കാൻ പറയും. അല്ല ഒരു പുരുഷനാണെങ്കിൽ നല്ല സാമർത്ഥ്യമുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറയും. അവൾ നല്ല സാമർത്ഥ്യമുള്ളവനാണ്, ഈ പൈസയൊക്കെ വേസ്റ്റ് ചെയ്യാതെ അതിനെയൊക്കെ വച്ച് അവർ കുടുംബം നയിച്ചു കൊണ്ടുപോകാൻ. കാരണം സമ്പാദിക്കുന്നവനാണ്, സമ്പാദ്യം നിലനിർത്തൂലെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ കുടുംബജീവിതം ഭദ്രമായി പോകത്തുള്ളൂ. അപ്പോൾ 7 ജാതി കരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി. അപ്പോൾ ഈ 7 ജാതി കരങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഭാഗം തീർന്നു. അടുത്ത് നമുക്ക് വിരലുകളെക്കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ നമുക്ക് പഠിക്കേണ്ടത്, നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് അടുത്ത ഓരോ എപ്പിസോഡുകളിലായിട്ട് വിരലുകൾ ഓരോന്നിനും വളരെ പ്രാധാന്യം. കാരണം രേഖാശാസ്ത്രത്തിൽ ഈ കൈക്കകത്ത് വരുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഒന്നുമില്ലാതെ ദൈവം കയ്യിലൊന്നും എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞു, തലയിലെഴുത്തിൻ്റെ ഫോട്ടോ കോപ്പിയാണ് കൈ. കയ്യിൽ എഴുതാതെ ഒന്നുമേ വരത്തില്ല. എന്ത് സംഭവിക്കാൻ പോയാലും, എന്ത് അവന് വരാൻ പോയാലും അത് കയ്യിൽ വരച്ച് വെച്ചിരിക്കും. ഒരു ലോട്ടറി അടിക്കാൻ പോയാലും ശരി, ധനനഷ്ടം വരാൻ പോയാലും ശരി, അത് കയ്യിൽ വരയ്ക്കാതെ വരത്തില്ല. ഒരു അപകടം വരാൻ പോയാലും സന്തോഷം വരാൻ പോയാലും നമ്മളെ കയ്യിൽ വരച്ചിരിക്കും. ഇത് മനസ്സിലാക്കി നമ്മളെ വീട്ടിലുള്ളവരെ കൈ തന്നെ നമ്മൾക്ക് നോക്കി, നമ്മളെ കൈ നോക്കി മറ്റുള്ളവരെയും വീട്ടിനകത്തുള്ളവരെയെങ്കിലും നമുക്ക് നോക്കി മനസ്സിലാക്കി അപകടങ്ങളിൽ പെടാതെ നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ചാനലിലൂടെ ഹസ്തരേഖയുടെ ഈ ചാപ്റ്റർ ആരംഭിച്ചത്. അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിരലുകളുമായിട്ട് കാണാം. ഇപ്പോൾ ഇന്ന് സാറ് സമ്മിശ്രജാതി കരങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 7 എപ്പിസോഡായിട്ട് 7 ജാതി കരങ്ങളെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും കാര്യങ്ങൾ നോക്കിയിട്ട് ക്ലിയർ ആവുന്നില്ല എങ്കിൽ ഹസ്തരേഖയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ
സാറിന് നേരിട്ട് കാണാവുന്നതാണ്. അതിനുവേണ്ടി ബുക്ക് ചെയ്യേണ്ട നമ്പർ 9847064540. ഇനി അതെല്ലാം വരാൻ പറ്റത്തില്ല, ഹസ്തരിയെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണം, അതിന് വേണ്ടിയിട്ട് നമുക്ക് സാറിൻ്റെ പേഴ്സണൽ നമ്പറായ 9895667700 ഈ നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് കൊടുത്താലും കൺസൾട്ടേഷൻ ആയിട്ടുണ്ട്. അതല്ല, നമുക്ക് ഹസ്തരേഖയെ പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് ഈ നമ്പറിൽ വാട്സപ്പിൽ ഹായ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽ നിങ്ങൾക്ക് അയച്ചു തരും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന്. അതേപോലെ തന്നെ നമ്മൾ സാർ പല എപ്പിസോഡിലും പറയുന്നുണ്ട്, മക്കളുടെ ഫ്യൂച്ചറിനെ പറ്റി അറിയാനെ കൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാനെ കൊണ്ട് ഹസ്തരേഖയിലൂടെ പറ്റുന്നതാണ്. അവർക്ക് ഏത് മേഖല തിരഞ്ഞെടുക്കണം, ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജനനസമയമോ ജനനത്തീയതിയിലോ എന്തെങ്കിലും മാറ്റം വന്നാലും ഹസ്തരേഖയിലൂടെ ആ കുട്ടിയുടെ ഫ്യൂച്ചറിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതുപോലെ സാറ് തന്നെ എഴുതിയ ബുക്ക്, ഇപ്പം നിങ്ങൾക്ക് ഹസ്തരേഖയെ പറ്റി ഇനി കൂടുതലായിട്ട് അറിയണമെങ്കിൽ സാറിൻ്റെ ഓഫീസിൽ രേഖാശാസ്ത്രം അമൂല്യശാസ്ത്രം എന്ന് പറഞ്ഞ് സാർ എഴുതിയ ബുക്ക് അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങളിപ്പോൾ ഇത് നിങ്ങളുടെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് രേഖാശാസ്ത്രത്തെ പറ്റി കിട്ടിയിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഇത് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. നമ്മൾക്ക് കിട്ടുന്ന അറിവ് മറ്റുള്ളവരിലേക്കും പകർത്തുക. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പം അടുത്ത ഒരു എപ്പിസോഡ് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.